പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ വേറൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. Poisson distribution is a discrete probability distribution and is very widely used in statistical work, and it was developed by a French mathematician Simon Denis Poisson in 1837. അപ്പോൾ അതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മേ ബി എക്സ്പെക്റ്റഡ് ഇൻ കേസസ് വേർ ദ ചാൻസസ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഇവൻ ബീയിങ് സക്സസ് ഇസ് സ്മോൾ. എന്ന് വെച്ചാൽ പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം അതിൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫെയിലിയേഴ്സും നമ്പർ ഓഫ് സക്സസ്സൊക്കെ ഫൈനൈറ്റ് ആയിരിക്കും. ബട്ട് ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ കേസസിൽ സക്സസ് ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. സ്മോളായിട്ടുള്ള അങ്ങനെയുള്ള ഇവൻറ്റ്സിലാണ് ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ റയർ ഇവൻറ്റ്സിന് എക്സാമ്പിളാണ് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഓൺ ദ റോഡ്സ്, നമ്പർ ഓഫ് പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ഇൻ എ ബുക്ക്. അങ്ങനെയുള്ള റയർ ഇവൻറ്റ്സിലാണ് നമ്മൾ ഇങ്ങനത്തെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹാസ് ബീൻ കോൾഡ് ദ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ്. The Poisson distribution is defined as Poisson distribution define ചെയ്യുന്നത് P of R is equal to e raised to minus m into m raised to r by r factorial. അപ്പം ഇതിൽ r എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എം എന്ന് പറയുന്നതാണ് മീൻ ഓഫ് ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഓർ എൻ പി. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ പി ആവറേജ് നമ്പർ ഓഫ് ഓക്കുറൻസ് ഓഫ് എൻ ഇവൻ്റ് ആണ് എം എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ, അത് 0, 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റ് വരെ പോവാം. ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എ സിംഗിൾ പാരാമീറ്റർ എം. അതായത് ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ നമുക്ക് കാണാം, ഇത് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ മീൻ വാല്യൂവിന് മാത്രം. അത് അതിനനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക. അത് ഡിപ്പെൻഡ്സ് ഓൺ എം ആണ്. സിംഗിൾ പാരാമീറ്റർ ഡിപ്പെൻഡ്സ് ആണ് സിംഗിൾ പാരാമീറ്റർ എം. ആസ് എം ഇൻക്രീസസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഷിഫ്റ്റ് ടു ദ റൈറ്റ്. അതായത് ഇതിൻ്റെ സ്ക്യൂനെസ്, പോസിറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുക. ഇപ്പോൾ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലിൽ 2 ഭാഗമാക്കി അതിൻ്റെ 2 പോർഷനും ഒരുപോലെ ഉള്ളതിന് സിമ്മട്രി എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രാഫിന് സ്ക്യൂനെസ് ഇല്ല എന്നാണ് പറയാം. അപ്പം പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ സിമ്മട്രി ഇല്ലാത്ത ഗ്രാഫ്സിനെയാണ് നമ്മൾ സ്ക്യൂനെസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നും കൂടി പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ആണ് അതിൻ്റെ സിമ്മട്രി പോയിട്ടുള്ളത്. അതായത് അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുള്ളത് പോസിറ്റീവ് റൈറ്റ് സൈഡിലാണ്. അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണിത്. റൈറ്റ് സൈഡിലാണ് അതിൻ്റെ സിമ്മട്രി പോയിട്ടുള്ളത്, റൈറ്റ് സൈഡിലാണ് അത്. അപ്പോൾ ഗ്രാഫിൽ വ്യത്യാസം വരുന്നത്. ദ പോയ്സൺ probability distribution is concerned with certain processes that can be described by a discrete random variable. അതാണ് R എന്ന് പറയുന്നത്. The probabilities of 0, 1, 2 success are given by the successive terms of the expansion m. അപ്പം ഇങ്ങനെയുള്ള പോയ്സൺ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ മീനും വേരിയൻസും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലും സെയിം തന്നെയാണ്. മീനും വേരിയൻസും എന്ന് പറയുന്നത് സെയിം ആണ്. വേരിയൻസ് μ2 = m ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് √m എന്ന് വരും. സിമിലർ മാനർ വി ക്യാൻ ഷോ ദാറ്റ് ഫോർ എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ μ2 എന്ന് പറയുന്നത് m ആണ്. അതായത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസും മീനും സെയിം ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേരിയൻസ് എന്ന് പറയുന്നത് μ2 = m മീൻ. ആൻഡ് μ4 എന്ന് പറയുന്നത് m+3m². അതായത് കോൺസ്റ്റൻസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. μ1 = 0, μ2 = m, and μ3 = m, μ4 = m+3m². അതുപോലെ തന്നെ β1 = μ3² / μ2² m2² / m3 m³ m² + m³ = 1/m. β2 എന്ന് പറയുന്നത് μ4 / μ2² m+3m² / m² = 3 + 1/m അങ്ങനെ വരും. അതാണ് കോൺസ്റ്റൻസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, സപ്പോസ് on an average 1 houses in 1000 in a certain district has a fire during an year. If there are 2000 houses in that
district, what is the probability that exactly 5 houses will have a fire during the year? സൊല്യൂഷൻ അപ്പം ക്വസ്റ്റ്യനിൽ പറയുന്നത് suppose on an average 1 houses in thousand in a certain district has a fire during a year. If there are 2000 houses ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 1000 ഒരു വീട്ടിൽ ഫയർ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഇയറിൽ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 5 ഹൗസസ് വിൽ ഹാവ് എ ഫയർ ഡ്യൂറിങ് എ. അപ്പോൾ ഒരു ഇയറിൽ 5 ഹൗസസ് പ്രോബബിലിറ്റി 5 ഹൗസസിന് ഉണ്ടാവുന്ന ഫയർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് മീൻ എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു എൻ പി ആണ്, എക്സ് ബാർന്ന് കൊടുത്തതാണ്. അപ്പം മീൻ എന്ന് പറയുന്നത് എൻ പി. അപ്പോൾ എൻ നമുക്ക് തന്നിട്ടുണ്ട് 2000 ഹൗസസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവൻ്റ് നമുക്ക് ഇവൻ്റ് തന്നിട്ടുള്ളത് സക്സസ് ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് 1/1000 ആണ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 2000 × 1/1000 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പി ഓഫ് ആർ എന്ന് പറയുന്നത് e⁻m r/r ഫാക്ടോറിയൽ. അപ്പോൾ ആറും തന്നിട്ടുണ്ട് നമുക്ക് 5 എന്നുള്ളത്. 5 ഹൗസസ് ആണല്ലോ, പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 5 ഹൗസസ് ആണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ r ഈസ് ഈക്വൽ ടു 5. അപ്പോൾ അത് ഇക്വേഷനിൽ കൊടുത്താൽ പിന്നെ e⁻², m നമുക്ക് 2 കിട്ടി. അപ്പം e⁻², 2⁵/5 ഫാക്ടോറിയൽ. അപ്പം ഡയറക്റ്റ് കാൽക്കുലേറ്റർ കൊടുത്താൽ തന്നെ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒടിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വാല്യൂ എന്ന് പറയുന്നത് 2.71823 ആണ് ഈ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ വാല്യൂ. അപ്പം ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ തന്നെ e⁻² എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ആൻസർ കിട്ടും. 0.1352 × 32/120. അപ്പം 0.036 എന്ന് കിട്ടും. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് the mean of the Poisson distribution is 2.25. find the other constants of distribution. അപ്പോൾ മീൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. മീൻ എം എന്ന് പറയുന്നത് 2.25 ആണ് തന്നിട്ടുണ്ട്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് √m ഈസ് ഈക്വൽ ടു √2.25 ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. അപ്പോൾ μ1 ഈസ് ഈക്വൽ ടു 0 ആണ്. μ2 എന്ന് പറയുന്നത് m ഈസ് ഈക്വൽ ടു 2.25. μ3 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് m ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു μ2 m, μ3 ഈസ് ഈക്വൽ ടു m 2.25 തന്നെ. μ4 എന്ന് പറയുന്നത് m + 3m², അത് 2.25 + 3 × 2.25 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ചെയ്താൽ 17.4375 എന്ന് കിട്ടും. β1 എന്ന് പറയുന്നത് 1/m ഈസ് ഈക്വൽ ടു 0.444 എന്ന് കിട്ടും. അതുപോലെ തന്നെ β2 എന്ന് പറയുന്നത് 3 + 1/m, 3 + 0.444 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3.444 എന്ന് കിട്ടും. ദെൻ റോൾ ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. റോൾ ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്ന പല മേഖലയിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നുള്ള എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോബ്ലം വെർ ദർ ആർ ഇൻഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഇവൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഏരിയ, വോളിയം ഓർ സിമിലർ യൂണിറ്റ്സ്. സം പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആർ ഗിവൺ ബിലോ. നല്ല സിറ്റുവേഷൻസാണ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് വായിക്കും. waiting time problems to count the number of incoming telephone calls or incoming customers. Second are the number of traffic arrivals such as tracks at terminals, aeroplanes, airports, ships at hooks and so forth. Next, it is used in quality control statistics to count the number of defects of an item. ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഇൻ ബയോളജി ഫീൽഡിലുണ്ട്. ബയോളജി ടു കൗണ്ട് ദ നമ്പർ ഓഫ് ബാക്ടീരിയ, ഇൻ ഫിസിക്സ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് പർട്ടിക്കുലർ പാർട്ടിക്കിൾസ് എമിറ്റഡ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഫിസിക്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻ ഇൻഷുറൻസ് പ്രോബ്ലംസ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് casualties, to model the distribution of the number of persons joining a queue to a service or
purchase of a product. In problem dealing with the inspection of manufactured product with the probability that any one piece is defective is very small and the lots are very large. Next പറയുന്നത് number of typographical errors per page in typed material, number of deaths as a result of റോഡ് ആക്സിഡൻറ്റ്സ് അങ്ങനത്തെയുള്ള റയർ ഇവൻസിലൊക്കെയാണ് പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എറേഴ്സ് പെർ പേജ് ഇൻ എ ടൈപ്ഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ റോഡ് ആക്സിഡൻസിന് ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഡെത്ത്സ് കമ്മി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. ഇൻ ഡിറ്റർമൈനിങ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ ഡിസ്ട്രിക്ട്സ് ഇൻ എ ഗിവൺ പീരീഡ് സേ എ ഇയർ ബൈ എ റെയർ ഡിസീസ്. അപ്പം ഇത്രയും ഫീൽഡിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. In general, the Poisson distribution explains the behavior of discrete varieties where the probability of occurrence of the events is small and the total number of possible cases is sufficiently large. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ഓഫ് ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. കോൺസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ, സിൻസ് പി ഈസ് വെരി സ്മോൾ ഇൻ കേസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ദ വാല്യൂ ഓഫ് ക്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അതായത് നമ്മൾ പറഞ്ഞു സക്സസ് ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള കേസിലാണ് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം പി ഈസ് വെരി സ്മോൾ ആകുമ്പം ദ വാല്യൂ ഓഫ് ക്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. The constants of the Poisson distribution can thus be easily obtained by putting 1 in place. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പിന്നെ കോൺസ്റ്റൻറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ക്യൂവിൻ്റെ അവിടെ 1 കൊടുത്താൽ ഇൻ പ്ലേസ് ഓഫ് ക്യൂ 1 കൊടുത്താൽ നമുക്ക് കോൺസ്റ്റൻസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. The various constants of the Poisson distribution, the mean of the Poisson distribution equal to m, standard deviation is root m, variance എന്ന് പറയുന്നത് mu2 is equal to m. then നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടതിന്. അപ്പോൾ ഒരു എക്സാമ്പിൾ പ്രൂഫ് എന്നുള്ള രീതിയിലാണ്. The Poisson distribution is given as number of success, അതായത് നമ്പർ ഓഫ് സക്സസ് എക്സ് ഈക്വൾ 0 1 2 3 എക്സെട്ര അങ്ങനെ കൊടുത്ത് എന്നുള്ള പ്ലേസിലാണ് ഇത് കൊടുത്തിട്ടുള്ള എക്സ്. പ്രോബബിലിറ്റി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറേസ് ടു എം ഇറേസ് ടു മൈനസ് എം ബൈ 1 ഫാക്ടോറിയൽ. അങ്ങനെ ഫൈൻഡ് ദ മീൻ ആൻഡ് ദ വേരിയൻസ്. മീൻ എന്ന് പറയുന്നത് സം ഓഫ് എക്സ് ഇൻറ്റു പി എക്സ് ആയിരിക്കും. അത് എൻ പി അല്ല ആ ഇക്വേഷൻ സം ചെയ്യുക. ഇത് നമുക്ക് 4 0 1 2 3 4 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ സം ചെയ്യാം, അതായത് 0 പ്ലസ് എം ഇറേസ് ടു മൈനസ് എം ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഇൻറ്റു എം സ്ക്വയർ ഇറേസ് ടു മൈനസ് എം ബൈ 2 ഫാക്ടോറിയൽ. അവിടെ കട്ടായി പോയി, അത് അവിടെ എഴുതാതിന്. പിന്നെ 3 ഇൻറ്റു എം ക്യൂബ് ബൈ ഇറേസ് ടു മൈനസ് എം ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഇൻറ്റു എം റേസ് ടു 5 റേസ് ടു മൈനസ് എം ബൈ 4 ഫാക്ടോറിയൽ എന്ന് വരും. അങ്ങനെ ചെയ്താൽ ലാസ്റ്റ് നമുക്ക് എം എന്ന ആൻസർ കിട്ടുക. ഹെൻസ് ദ മീൻ ഓഫ് ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എം. വാരിയൻസ് എന്ന് പറഞ്ഞാൽ mu2 is equal to mu2 minus mu1, where mu1 and mu2 are denote the moment about the origin 0. അതായത് mu2 എന്ന് പറഞ്ഞാൽ സം ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ആണ്. അതായത് നമുക്ക് എക്സും പി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പം അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം പ്ലസ് എമ്മിൻ്റെ ഇറേസ് ടു മൈനസ് എം പ്ലസ് 2 ഇൻറ്റു എം ക്യൂബ് ബൈ ഇറേസ് ടു മൈനസ് എം സ്ക്വയർ ബൈ ഇറേസ് ടു മൈനസ് എം ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 3 ഇൻറ്റു എം ക്യൂബ് ബൈ ഇറേസ് ടു മൈനസ് എം ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 4 ഇൻറ്റു എം റേസ് ടു 4 ഇൻറ്റു ഇറേസ് ടു മൈനസ് എം ബൈ 3 ഫാക്ടോറിയൽ ചെയ്താൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് mu1 എന്ന് പറയുന്നത് എം ആണ്. അതുകൊണ്ട് തന്നെ എം പ്ലസ് mu2 എം പ്ലസ് എം സ്ക്വയർ മൈനസ് mu1 എന്ന് പറയുന്നത് എം കൊടുത്താൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് എം ആണ്. അതായത് അതിനൊരു പ്രൂഫാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പോലെ തന്നെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലും മീനും വേരിയൻസും സെയിം ആണ്. അതിൻ്റെ ഒരു
പ്രൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് മീൻ കിട്ടി എം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വേരിയൻസും നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു എം എന്ന് കിട്ടും. ദെൻ ഫിറ്റിംഗ് എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. For fitting a Poisson distribution, we have just to obtain the value of m, the average occurrence, and calculate the frequency of zero success. The other frequency can be very easily calculated. അതായത് ഫിറ്റിംഗ് എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ തന്നിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻ കിട്ടിയാൽ ഫ്രീക്വൻസി ഓഫ് സീറോ സക്സസിൻ്റെ ഫ്രീക്വൻസി കണ്ടാൽ ബാക്കിയുള്ള ദ അതർ ഫ്രീക്വൻസീസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ബാക്കിയുള്ള ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻ ഓഫ് പി സീറോ എന്ന് പറയുന്നത് എന്നിൻ്റെ ഇറേസ് ടു മൈനസ് എം, എൻ ഓഫ് പി വൺ എന്ന് പറയുന്നത് അപ്പോൾ എൻ ഓഫ് പി സീറോ ഇൻറ്റു എം ബൈ വൺ, എൻ ഓഫ് പി ടു എന്ന് പറയുന്നത് എൻ ഓഫ് പി വൺ ഇൻറ്റു എം ബൈ ടു, അതുപോലെ തന്നെ എൻ ഓഫ് പി ത്രീ എന്ന് പറയുന്നത് എൻ ഓഫ് പി ടു ഇൻറ്റു എം ബൈ ത്രീ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഫോളോയിങ് മിസ്റ്റേക്സ് പെർ പേജ് വെർ ഒബ്സർവ്ഡ് ഇൻ എ ബുക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 അതിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് എഫ് ആയിട്ടെടുക്കാം. നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എക്സ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് എഫ്, ദെൻ എഫ് എക്സ് എന്ന് പറയുന്നത് കിട്ടും. ദെൻ എൻ എന്ന് പറയുന്നതാണ് വാല്യൂ 325. അതുപോലെ തന്നെ സം ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് 143 എന്ന് കിട്ടും. അപ്പം മീൻ എന്ന് പറയുന്നത് എഫ് എക്സ് ബൈ സം ഓഫ് എഫ് എക്സ് ബൈ എൻ 143 ബൈ 325.44 എന്ന് കിട്ടും. മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എം ഇസ് ഈക്വൽ ടു ദെൻ 0.44 എന്ന് കിട്ടും. അപ്പം നെക്സ്റ്റ് നമ്മളെ പിന്നെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടി പറ്റും. അതായത് പി ഓഫ് സീറോ 0 കൊടുത്താൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം പിന്നെ അവിടെ എം ഇറേസ് ടു മൈനസ് എം മാത്രമല്ലേ വരും. അപ്പോൾ ഇറേസ് ടു മൈനസ് എം എന്ന് പറയുമ്പോൾ നമുക്ക് 0.44 കിട്ടി. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ തന്നെ ഈ വാല്യൂ കിട്ടും. ആൻസർ 0.6443 എന്ന് കിട്ടും. അപ്പം നമുക്ക് എൻ ഓഫ് പി സീറോ എന്ന് പറയുന്നത് 0.6443 ഇൻറ്റു 325 കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി ഓഫ് സീറോ സക്സസ് കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കി ഫ്രീക്വൻസീസ് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ ഓഫ് പി വൺ എന്ന് പറയുന്നത് എൻ ഓഫ് പി വൺ എന്ന് പറയുമ്പോൾ എൻ ഓഫ് പി സീറോ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ എൻ ഓഫ് പി സീറോ ഇൻറ്റു എം ബൈ 1 ആൻസർ കിട്ടാൻ 92.14. അതുപോലെ തന്നെ എൻ ഓഫ് പി ടു, എൻ ഓഫ് പി ത്രീ, എൻ ഓഫ് പി ഫോർ കണ്ടുപിടിക്കാം. ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടും ഓരോന്നിൻ്റെ എൻ ഓഫ് പി സീറോ, എൻ ഓഫ് പി വൺ, എൻ ഓഫ് പി ടു, എൻ ഓഫ് പി ത്രീ, എൻ ഓഫ് പി ഫോർ. അപ്പോൾ അത് സം ചെയ്താൽ 325 നമുക്ക് നേരത്തെ കിട്ടിയ എൻ വാല്യൂ തന്നെ കിട്ടണം. എല്ലാം അങ്ങനെ കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇത്രയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം റെയറായിട്ടുള്ള ഇവൻറ്റ്സിൽ ആണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്.